അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വാലന്റൈൻ സ്ട്രോബെറി കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. 2-3 വട്ടം നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എഗ്ഗ്, ഷുഗർ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിനായിട്ട് 3 എഗ്ഗ്, നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ബട്ടർ നമുക്കൊന്ന് എല്ലായിടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റോളം ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ നേരത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്നെടുത്ത് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാവാൻ 40-45 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുത്തു. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കാണിത്. അപ്പോൾ ഇനി നമുക്ക് വെറുതെ ഒന്ന് ഐസിങ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാമേ.
അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.